ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ദീപാവലി വരെയല്ലേ. അപ്പോൾ ദീപാവലിക്ക് നല്ലൊരു സ്വീറ്റ് ആയാലോ. ഗോതമ്പ് പൊടി കൊണ്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗുലാബ് ജാമുൻ പൗഡർ ഒന്നും വാങ്ങാതെ തന്നെ വീട്ടിൽ ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെ ഗുലാബ് ജാമുൻ തയ്യാറാക്കുന്നുള്ള എല്ലാ ടിപ്സും നമ്മുടെ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ. എന്നിട്ട് കൂടെ തന്നെ ആ തൊട്ടിട്ട് കിടന്ന ബെല്ലേക്കിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ ഗുലാബ് ജാമുൻ തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒന്ന് ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി ഞാനിപ്പോൾ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 400 ഗ്രാം അളവിലാണ് പഞ്ചസാര നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് പഞ്ചസാരയ്ക്ക് 3 കപ്പ് അളവിലാണ് നമ്മൾ വെള്ളം വെക്കേണ്ടത്. ഏത് കപ്പിലാണോ അല്ലെങ്കിൽ ഏത് ബൗളിലാണോ നമ്മൾ പഞ്ചസാര അളന്നെടുത്തിട്ടുള്ളത് അതിൻ്റെ 3 കപ്പ് അല്ലെങ്കിൽ 3 ബൗൾ അളവിൽ നമ്മളിതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇതിനോടൊപ്പം തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ഏലക്കയും കൂടിയാണ്. അപ്പോൾ ഈ ഏലക്ക നമ്മൾ ഈ ഷുഗർ സിറപ്പിലേക്ക് ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഏലക്കയുടെ. അപ്പോൾ ഏലക്ക പൊടി ചേർക്കാൻ വേണ്ടി നിൽക്കേണ്ട, മുഴുവൻ ഏലക്ക തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം കുങ്കുമപ്പൂവും കൂടിയാണ്. നമ്മൾ ഈ കുങ്കുമപ്പൂ ഇതിലേക്ക് ചേർക്കുമ്പോഴത്തേക്കും ലൈറ്റായിട്ടുള്ള ഒരു യെല്ലോഷ് കളർ കിട്ടും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും, ഇല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതൊരു 1-2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഒരു നൂൽ പരുവമോ അങ്ങനെ ഒന്നും വരേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതിയാവും. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ 2 മിനിറ്റിൻ്റെ ധാരാളം മതിയാവും. ഒരുപാട് സമയത്ത് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഒരല്പം വെള്ളം കൂടി ഒന്ന് വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഗുലാബ് ജാമുന് വേണ്ടിയിട്ടുള്ള മിക്സും കൂടി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മിക്സ് ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിനാണ് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടിക്കൊപ്പം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ മാത്രം പാൽപ്പൊടിയും കൂടി. അപ്പോൾ പാൽപ്പൊടി കൂടി നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി. അതായത് നമ്മൾ സാധാരണ അപ്പത്തിലേക്ക് നമ്മൾ ചേർക്കില്ല, അതുപോലെ ഒരല്പം സോഡാപ്പൊടിയും കൂടി. ബേക്കിംഗ് സോഡയ്ക്ക് പകരം നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ അതാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട. നമ്മൾ സാധാരണ മധുരമൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്കും ഒരല്പം ഉപ്പ് ചേർക്കില്ലേ, അതുപോലെ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമ്മുടെ ഈ ഏലക്ക പൊടിച്ചതും ഉപ്പും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നത് പോലെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിന് വേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടിയാണ്. നെയ്യിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള പാല്, വളരെ കുറച്ച് മാത്രം പാല് ഫസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, ആ ഒരു രീതിക്ക് തന്നെ ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. എന്ന് വെച്ചിട്ട് ഒരുപാട് ഹാർഡായിട്ട് വേണ്ട, അതുപോലെ തന്നെ ഒരുപാട് സ്മൂത്തായിട്ട് വേണ്ട. ഒരിടയ്ക്ക് നിൽക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിക്ക് ആ ഒരു അളവിനനുസരിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഫസ്റ്റിലേ തന്നെ ഒരുപാട് പാല് ചേർക്കാനായിട്ട് നിൽക്കരുത്. നമ്മൾ വെള്ളം ചേർത്ത് കുഴയ്ക്കാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ. പാല് തന്നെ ഒന്ന് ചേർത്തൊന്ന് കുഴച്ചേക്കണം. നോർമലായിട്ടുള്ള പാലാണ് ചേർക്കുന്നത്, ചൂട് പാലൊന്നും ആവശ്യമായിട്ടില്ല നമുക്ക്. ഏകദേശം ഒരു 3-4 മിനിറ്റെങ്കിലും നമ്മൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നതിലാണ് എത്രത്തോളം സോഫ്റ്റായിട്ട് നമ്മുടെ ഗുലാബ് ജാമുൻ വരുന്നതെന്നിരിക്കുന്നത് കേട്ടോ. മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു 5 മുതൽ ഒരു 10 മിനിറ്റ് വരെ ഇതിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് മാറ്റാം.
ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ റോൾ ചെയ്തെടുക്കുന്നത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഒന്ന് റോൾ ചെയ്തെടുക്കാൻ. ഒന്നെങ്കിൽ ഒരു ബോളിൻ്റെ ഷേപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓവലിൻ്റെ ഷേപ്പിലോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ സാധാരണ ഗുലാബ് ജാമുൻ തയ്യാറാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിലായിരിക്കും കേട്ടോ ഇത് കിട്ടുന്നത്. കാരണം ചെറിയൊരു വിള്ളൽ ഇങ്ങനെ ഉണ്ടാവും, നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. എപ്പോഴും ഉള്ളതിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ വിള്ളലിലൂടെ നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും, അതിൻ്റെ പേരിലാണ്. ഇതാ നമ്മുടെ മാവെല്ലാം ഈ ഒരു ഷേപ്പിൽ ഞാനൊന്ന് റോൾ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അത്യാവശ്യം വലിയൊരു സൈസിലാണ് ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ചെറിയ സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് റോൾ ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ചൂട് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ എണ്ണ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എപ്പോഴും പ്രത്യേകിച്ച് നമ്മൾ ഗുലാബ് ജാമുൻ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രൈ ചെയ്യുന്ന എണ്ണ ഒന്നുകിൽ വെളിച്ചെണ്ണ ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നെയ്യിലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നെയ്യ് എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് കൂടുതൽ അളവ് എടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയിലാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. വേറെ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ. എങ്കിൽ പിന്നെ ആ ഗുലാബ് ജാമുൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല, അതിൻ്റെ പേരിലാണ്. എണ്ണ ചൂടാക്കുമ്പോൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ ഒരുപാട് നല്ലതുപോലെ ചൂടായിട്ടുണ്ടാകാൻ പാടില്ല എണ്ണയ്ക്ക്. എങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ഓരോ ബോൾസ് ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിൻ്റെ പുറം ഭാഗം കളറ് മാറിപ്പോകും, അകം നന്നായിട്ട് വേഗാതെ കിട്ടും. അതിൻ്റെ പേരിൽ ഇപ്പോൾ ലൈറ്റായിട്ടുള്ള ഒരു മീഡിയം അളവിലാണ് നമ്മുടെ ഈ ചൂട് ഇപ്പോൾ എണ്ണയ്ക്കുള്ളത്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഓരോ റോളും ഉണ്ടാവുന്നതാണ്. ഇതുപോലെ എല്ലാം നമ്മളൊന്ന് ചേർത്ത് കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതായത് എല്ലാ സമയത്തും ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരല്പം കുറച്ച് വേണം വെക്കാനായിട്ട്. ഫ്ലെയിം ഒരുപാട് വെക്കരുത്. ഒരുപാട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അകം വേഗാതെ കിട്ടും, പുറം ഭാഗം പെട്ടെന്ന് കളറ് മാറിപ്പോകും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ഒരുപാട് വെക്കരുത്, കാരണം ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി വരികയാണ്. കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ബോൾസും ഇതുപോലെ ചെറിയ ചെറിയ വിള്ളലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കായിരിക്കും നമ്മൾ ഈ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ ഗുലാബ് ജാമുൻ തയ്യാറാക്കുമ്പോൾ കിട്ടുന്നത്. ഇതുപോലെ ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. സാധാരണ നമ്മൾ ഗുലാബ് ജാമുൻ തയ്യാറാക്കുന്നത് പോലെ ആ ഒരു കറക്റ്റ് ആ ബോളിൻ്റെ ഷേപ്പിലല്ലാതെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു വിള്ളലുണ്ടാവും കേട്ടോ. അതൊരു ഭംഗിയായിരിക്കും നമ്മുടെ ഗുലാബ് ജാമുന്. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറിൽ ലൈറ്റായിട്ടൊരു ബ്രൗൺ കളറിലേക്ക് വരുന്നുണ്ട്. ഇത്രയും തന്നെ മതിയാവും. ഇനി ഒരുപാട് സമയമിട്ട് നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതെല്ലാം എടുത്ത് നേരെ തന്നെ നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഷുഗർ സിറപ്പിന് നന്നായിട്ട് ചൂടുണ്ടായിരിക്കണം. ചൂടെങ്ങാനും കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈറ്റായിട്ട് ചൂടാക്കി വയ്ക്കണം കേട്ടോ. എന്നിട്ട് വേണം ഈ നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള ഈ ഫ്രൈ ചെയ്തെടുത്ത ഉടനെയുള്ള ഗുലാബ് ജാമുൻ ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇപ്പോൾ തന്നെ കാണാൻ എന്ത് ഭംഗിയായിട്ടാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് എല്ലാം നമ്മുടെ ഗുലാബ് ജാമുനിനെ വലിച്ചെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് വെച്ചിരിക്കണം. 30 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി തുടങ്ങും. എന്നാൽ ശരി, ഇതൊന്ന് അടച്ച് വെച്ചിരിക്കാം. നമുക്ക് അടച്ച് വെച്ച് ഇതെല്ലാം നന്നായിട്ട് ഷുഗർ സിറപ്പ് എല്ലാം ഒന്ന് വലിച്ചെടുക്കുന്നവരെ ഒന്ന് സമയം കൊടുത്തേക്കണം. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഗുലാബ് ജാമുനൊക്കെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ ഒരു രീതിക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും എന്തുമാത്രം സോഫ്റ്റായിട്ട് കുറച്ചും കൂടി ഒന്ന് പെരുകി വന്നിട്ടില്ലേ. അപ്പോൾ ഇനി ഒരു അരമണിക്കൂർ കൂടി ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കുറച്ചും കൂടി ഒന്ന് വലിപ്പത്തിനായി കിട്ടും കേട്ടോ. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഗുലാബ് ജാമുനാണ് കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഗുലാബ് ജാമുൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വളരെ രുചികരവും അതുപോലെ തന്നെ വളരെ ജ്യൂസി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. എത്ര സമയത്തോളം ഇത് ഇങ്ങനെ ഷുഗർ സിറപ്പിൽ കിടക്കുമോ അത്രയും സമയം കൊണ്ട് തന്നെ ഇതിങ്ങനെ ഒരുപാട് ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ബാക്കി വരുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഏകദേശം ഒരാഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഉറപ്പായിട്ടും ഈ ഗുലാബ് ജാമുൻ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കൂടെ തന്നെ ഈ വീഡിയോയിൽ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അതിപ്പോൾ അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ഹാപ്പി ദിവാലി. ടാറ്റാ.